ഉമ്മൻചാണ്ടിയെ ചൊല്ലി ചാണ്ടി ഉമ്മനും സഹോദരി ഭർത്താവും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ വർഗീസ് ജോർജും തമ്മിൽ വാക്പോര്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുങ്ങല്ലൂരിൽ ആരും മുതലക്കണ്ണീർ ഒഴുക്കേണ്ട എന്ന് ചാണ്ടി ഉമ്മന്റെ പരാമർശമാണ് വാക്പോരിന് വഴി തുറന്നത്. UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ പ്രചാരണത്തിനിടെയായിരുന്നു ചാണ്ടിയുടെ പരാമർശം. ഒരു കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തിന്റെ പേരിൽ വേറെ ആരും മുതലെടുക്കാൻ ഇങ്ങോട്ട് ഇവിടെ OJ ജനീഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്റെ സഹോദര തുല്യനായി ഇവിടെ മത്സരിക്കുക. ഞാൻ മത്സരിക്കുന്ന പോലെ തന്നെ എന്റെ പിതാവിന് ഇഷ്ടം ശ്രീ OJ ജനീഷ് ഇവിടെ നിന്ന് അസംബ്ലിയിലേക്ക് പോകുന്നതായിരിക്കും. സംശയമില്ല. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു വർഗീസ് ജോർജിന്റെ മറുപടി. മാധ്യമങ്ങളെ കൂട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ താൻ പോയിട്ടില്ലെന്നും വർഗീസ് ജോർജ് തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടിയുടെ മരണം വിറ്റിട്ട് ഞാൻ വോട്ടാക്കിയിട്ടില്ല. അതാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ എതിർത്തവരും ഉപദ്രവിച്ചവരും എല്ലാം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പോയി മെഴുതിരി കത്തിച്ച് മീഡിയനെ വിളിച്ച് എല്ലാ പരസ്യം ചെയ്തിട്ട് ഇലക്ഷൻ ഇറങ്ങുന്നു. അവരാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നത്, ഞാനല്ല. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് മോഹൻലാലിൻ്റെ ഒരു ഡയലോഗാണ്, അവൻ കുട്ടിയാ പഠിച്ചോളും പിന്നെ. അപ്പോൾ ശരി. ലെവിൻ K. വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോര് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും ഈ ഒരു മണ്ഡലത്തിൽ എന്നുള്ളതാണ്, കൊടുങ്ങല്ലൂരിൽ. അതിൽ ചാണ്ടിയുമ്മൻ പറയുന്നത് മുതലക്കണ്ണീർ എന്നാണ്. എന്നാൽ മുതലക്കണ്ണീരല്ല എന്ന് NDA സ്ഥാനാർത്ഥിയും പറയുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്വാതി, നമുക്കറിയാം NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജും ചാണ്ടി ഉമ്മനും സഹോദരി ഭർത്താവ് അങ്ങനെയുള്ള ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇരുവരും നടത്തുന്നത് പരസ്പര ആരോപണങ്ങളാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ വർഗീസ് ജോർജ്. അദ്ദേഹം 2020 സ്ഥാനാർത്ഥിയായിട്ടാണ് മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നത്. പല ഘട്ടങ്ങളിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങളുമായി ഉമ്മൻചാണ്ടിയിൽ നിന്നാണ് താൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. ആദർശങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിൽ വലിയ ബഹുമാനമുണ്ട്, അതുതന്നെയാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള നിലയിൽ പ്രതികരിക്കുകയും മണ്ഡലത്തിലുടനീളം സംസാരിക്കുന്ന ആളുകളോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതിനെ ചൊല്ലിയാണ് ഇന്നലെ OJ ജനീഷ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും കൊടുങ്ങല്ലൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ ജനീഷിനു വേണ്ടി പ്രചാരണത്തിന് ഇന്നലെ ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിലെത്തിയിരുന്നു. ഈ മണ്ഡലത്തിലെത്തിയ ചാണ്ടി ഉമ്മൻ മാളയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് വർഗീസ് ജോർജിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരും മുതലക്കണ്ണീർ ഒഴുക്കണ്ട എന്നുള്ളതായിരുന്നു ചാണ്ടി ഉമ്മൻ എന്ന് പ്രസംഗത്തിന്റെ ഭാഗമായി പറഞ്ഞത്. UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി പറഞ്ഞ ചാണ്ടി ഉമ്മൻ പറഞ്ഞ ആ പ്രസംഗത്തിന് മറുപടി എന്നുള്ള നിലയിലാണ് ഇന്ന് വർഗീസ് ജോർജ് സംസാരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ആരെല്ലാമാണ് എന്നുള്ള കാര്യം തനിക്കറിയാം, എല്ലാവർക്കും അറിയാം. മാധ്യമങ്ങളെ കൂട്ടി തിരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിൽ താൻ പോയിട്ടില്ല എന്നുള്ളത് ചാണ്ടി ഉമ്മനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമാണ് താൻ അംഗീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് താൻ ഒറ്റയ്ക്ക് പോയി കല്ലറയിൽ തിരി കത്തിച്ച് മടങ്ങിപ്പോന്നിരുന്നു. തൻ്റെ പേര് ചേർത്ത് മുതലക്കണ്ണീർ ഒഴുക്കിയെന്ന് പറയരുതെന്നും വർഗീസ് ജോർജ് ചാണ്ടി ഉമ്മനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള പ്രതികരണത്തിൽ പറയുന്നു. ഏതായാലും ഒരു കുടുംബ പ്രശ്നം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ കാണാമെങ്കിൽ പോലും അതിനൊരു രാഷ്ട്രീയത്തിന്റെ മാനങ്ങൾ കൂടി ഉണ്ടാകുന്നു. മുൻ മുഖ്യമന്ത്രിയെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് രണ്ട് കൂട്ടരും സംസാരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സ്വാതി.